ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ലഡു റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനൊക്കെ പറ്റും കേട്ടോ, വിശേഷ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ ചെറിയ ഹോൾസിലൂടെയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വലിയ ഹോൾസിലൂടെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഡു ഉരുട്ടുന്ന സമയത്ത് അധികം നന്നായിട്ട് കിട്ടില്ല, പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം ഇതുപോലത്തെ ചെറിയ ഹോൾസിലൂടെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് നമ്മൾ ചിരണ്ടി എടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 ക്യാരറ്റാണ്, മീഡിയം സൈസുള്ള 4 ക്യാരറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3 ക്യാരറ്റൊക്കെ എടുത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പശു നെയ്യാണ് കേട്ടോ, അമൂലിൻ്റെ. അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതിലേക്ക് റേസിൻസ് ചേർത്ത് കൊടുക്കാം. ലഡുവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടായി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മുന്തിരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കോരി മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം കേട്ടോ. മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത നെയ്യിൽ തന്നെ നമുക്ക് ഈ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടായി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ക്യാരറ്റ്. ഞാനിപ്പോൾ അധികമൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരു 4 ക്യാരറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് ക്യാരറ്റിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അതൊക്കെ വഴറ്റിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിടണ്ട, അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ക്യാരറ്റിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് കളറായിട്ട് വരണം കേട്ടോ. അതുവരെ ഒന്ന് നമ്മളിതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. നമ്മൾ മൂടി വെക്കുമ്പോൾ ഈ മൂടിയിൽ നിന്നുള്ള വെള്ളമൊക്കെ നമ്മൾ ക്യാരറ്റിലേക്ക് ഇറങ്ങും കേട്ടോ, ആ ചൂട് തട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതിനുശേഷം ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അധികം മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു നോർമൽ രീതിയിലുള്ള ഒരു മധുരമാണ് ചെയ്യുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയിൽ നിന്ന് ഒരു വെള്ളമൊക്കെ വരും കേട്ടോ, പഞ്ചസാര സിറപ്പായിട്ട്. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അതും കുക്ക് ചെയ്തെടുക്കാം നമുക്കൊരു 5 മിനിറ്റ്. അപ്പോൾ പഞ്ചസാരത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡിന് പകരം വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ പഞ്ചസാരൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടേണ്ടി വരും. പിന്നെ പാല് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം പോകും. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി മിൽക്ക് മെയ്ഡ് ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അടി പിടിക്കാണ്ടൊന്ന് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിടട്ടോ ഈ സമയത്ത്.
മിൽക്ക് മെയ്ഡൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ട് പോരണം കേട്ടോ. അതാണ് ലഡുവിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ചട്ടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇളക്കുന്ന സമയത്ത് വിട്ട് വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക ഈ വഴറ്റുന്ന സമയത്ത്. ഞാനിപ്പോൾ അധികം നെയ്യൊന്നും ചേർക്കുന്നില്ല. ഞാൻ ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതന്നെ ആവശ്യത്തിനുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചട്ടിയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് പാനിൽ ഒരുപാട് നേരം വെക്കണ്ട കേട്ടോ. കാരണം ക്യാരറ്റ് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തുകൊണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ടിത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ പരത്തിയിട്ട് കൊടുത്തതാണ് കേട്ടോ. ചൂടോട് കൂടിയിട്ട് ഉരുട്ടുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളും. അപ്പോൾ ചൂടാറി കഴിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തണഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ സാധാ ലഡുവിൻ്റെ ഒക്കെ ഒരു വലുപ്പത്തിൽ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുക, വലുതാക്കണമെങ്കിൽ വലുതാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഇത് റെഡിയാക്കിയെടുക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. സെപ്പറേറ്റ് നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ല. കാരണം ക്യാരറ്റിൽ നിന്ന് തന്നെ അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ വരും കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുട്ടാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി ഒന്ന് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ഉള്ളിലേക്കാക്കൊന്നും വേണ്ട. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പുറത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ലഡും റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിതിൽ സെപ്പറേറ്റ് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ക്യാരറ്റിൽ നിന്ന് തന്നെ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലഡു കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ അധികം പ്രയാസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മുന്തിരി എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. നമുക്ക് വീട്ടിൽ ഫംഗ്ഷനുള്ള സമയത്തൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. വിശേഷ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.